ചർമ്മം എപ്പോഴും തിളക്കത്തോടുകൂടിയും യൗവനത്തോടുകൂടിയും നിർത്താൻ നിങ്ങൾക്കിതാ ഒരു എളുപ്പമാർഗ്ഗം. ഓറഞ്ച് നീരിൻ്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ എത്ര വലിയ കറുപ്പും വെറും 5 മിനിറ്റ് കൊണ്ട് തുടച്ചു മാറ്റി ചർമ്മം നല്ല പാൽ പോലെയുള്ള കളർ നേടാൻ സാധിക്കുന്നതാണ്. എന്താണ് സംഭവം എന്നുള്ളത് പറയാം, വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കണേ. നിങ്ങളുടെ സ്കിൻ നല്ല പോലെ മാറ്റം നേടാൻ സഹായിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ജോലി തിരക്കും മടിയും ഒക്കെ ഉള്ളവരാണ്. അപ്പം നമ്മുടെ സ്കിന്നിന് മടി കാരണത്താലും ജോലി തിരക്ക് കാരണത്താലും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ നോക്കാൻ നമുക്ക് പറ്റാതെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എളുപ്പമാർഗമായിട്ടുള്ള കെമിക്കൽ പ്രോഡക്റ്റുകൾ മേടിച്ച് സ്കിന്നിനകത്ത് തേച്ചിട്ട് സ്കിന്നിന് തിളക്കം വെപ്പിക്കാനായിട്ട് നമ്മൾ നോക്കും. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിനോട് ചെയ്യുന്ന വളരെ വലിയ തെറ്റാണ്. ഒരിക്കലും കെമിക്കൽ പ്രോഡക്റ്റുകൾ സ്കിന്നിൽ തേച്ച് സ്കിൻ നശിപ്പിക്കാതിരിക്കുക. ഒന്നെങ്കിൽ ആയുർവേദിക് പരമായിട്ടുള്ളതും അതല്ലെങ്കിൽ നാച്ചുറൽ പരമായിട്ടുള്ളതും. അല്ലാതെ കെമിക്കൽ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ സ്കിന്നിന് തേക്കുന്നത് വളരെ വലിയ തെറ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം ഒരു പ്രാവശ്യം ഇട്ടാൽ മതി നിങ്ങളുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും തുടച്ചു മാറ്റി സ്കിൻ നല്ല തിളക്കം വെക്കുന്നതാണ്. സംഭവം എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ജോലി തിരക്കും മടിയും കാരണത്താൽ നമ്മുടെ സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ സ്കിൻ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി മാറും. അപ്പോൾ നമ്മൾ എളുപ്പമാർഗ്ഗങ്ങളായിട്ടുള്ള കെമിക്കൽ പ്രോഡക്റ്റുകളുടെ പുറകിന് പോയിട്ട് സ്കിന്നിൽ അത് തേക്കാനായിട്ട് നോക്കും. അങ്ങനെ തേക്കുന്നത് കൊണ്ട് നമുക്ക് മുന്നോട്ട് ചെല്ലും തോറും സ്കിന്നിന് മറ്റുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയും സ്കിൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ചർമ്മം ചുളിവ് ഇടാനും പോയാലും നമ്മളിപ്പം സൺസ്ക്രീൻ ഇടാതെ പോയാലും സ്കിൻ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവുന്ന ഒരു സാഹചര്യം വരും. അപ്പം നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിൻ നല്ല തിളക്കത്തോടു കൂടിയും ഇപ്പം നിങ്ങൾക്കിപ്പം എത്ര ജോലി തിരക്കാണെങ്കിലും നിങ്ങൾക്ക് ആഴ്ചയിൽ ചെയ്താൽ മതി നിങ്ങളുടെ സ്കിൻ ഒരാഴ്ച വരെ നല്ല ക്ലീൻ ആക്കി നിർത്തുന്ന രീതിയിലുള്ള ഒരു കിഡിലൻ പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എന്തായാലും സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. മുഖം വെളുത്ത് തുടുക്കാൻ ഓറഞ്ച് കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു സീസണാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല തിളക്കം വെക്കും. ഇപ്പോൾ എത്ര പഴക്കം ചെന്ന നിറക്കുറവാണെങ്കിലും നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് തുടച്ചു മാറ്റി ചർമ്മം നല്ല ക്ലീൻ ആക്കാനും തിളക്കം വെക്കാനും സാധിക്കും. നമുക്ക് വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. അതിലേക്ക് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ കടലമാവിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി വേണ്ടത്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റൈസ് പൗഡർ ആണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റാനൊക്കെ റൈസ് പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ നമുക്ക് വേണ്ടത്. നമുക്കറിയാമല്ലോ, കൊറിയക്കാരുടെയൊക്കെ ഗ്ലാസ് സ്കിൻ നേടാൻ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റൈസ് പൗഡറാണ്. നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം നൽകാൻ റൈസ് പൗഡറിൽ നിന്ന് സാധിക്കും. 1 ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ വേണ്ടത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഒന്ന് മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുൾട്ടാണി മിട്ടി പൗഡറാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ആണ് മുൾട്ടാണി മിട്ടി പൗഡർ നമ്മൾ ചേർക്കേണ്ടത്. അങ്ങനെ മുൾട്ടാണി മിട്ടി പൗഡറും കൂടി ചേർത്തിട്ട് പൊടികളൊക്കെ ഞാനൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഓറഞ്ച്. നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിൻ ക്ലീൻ ആക്കാനും സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റാനും ഒക്കെ ഓറഞ്ചിൻ്റെ നീരിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 3 അല്ലി ഓറഞ്ചിൻ്റെ നീരാണ് ചേർക്കുന്നത്. നല്ല പോലെ പിഴിഞ്ഞ് നമുക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് ഈ പൊടികളെല്ലാം മിക്സ് ആക്കി കൊടുക്കുകയാണ്. സ്കിൻ നല്ല മാറ്റം കിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ. സ്കിൻ ക്ലീൻ ആക്കാനും സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെയൊക്കെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സംഭവം കണ്ടോ? എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ഒരു റിസൾട്ട് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉറപ്പാണ്, ഒരു പ്രാവശ്യമെങ്കിലും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്യണം. സ്കിന്നിന് തിളക്കം കിട്ടുന്നത് കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്നതാണ്. ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ വല്ലപ്പോഴുമാണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ നിങ്ങളെ ആ ഒരു റിസൾട്ടൊക്കെ കാണിക്കാം.
അങ്ങനെ ഞാൻ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇട്ട് കൊടുക്കുന്ന ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റെങ്കിലും വെച്ചിരുന്നു. 3 മിനിറ്റിന് ശേഷം ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടാണ് ഞാൻ തുടച്ച് മാറ്റുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ ഫേസിലും ചെയ്യണം. ഫേസിലിട്ട് 1 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഡെഡായിട്ടുള്ള സ്കിൻ നമുക്ക് പുറന്തള്ളി കളയാൻ എളുപ്പം സാധിക്കുന്നതാണ്. കണ്ടോ, 2 കൈയും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ ഒരു പാക്ക് അടിപൊളിയാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കണേ. ഇട്ട കൈയും ഇടാത്ത കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ. കണ്ടല്ലോ പാക്ക് തയ്യാറാക്കിയതും അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ. അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കണേ. നിങ്ങളുടെ സ്കിന്നിന് നല്ല മാറ്റം നേടാൻ വേറെ ഒന്നും തന്നെ വേണ്ട. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. എന്തായാലും നിങ്ങളുടെ സ്കിന്നിന് നല്ല മാറ്റം നേടാൻ സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.